ഹായ്, നിങ്ങൾ 15,000 രൂപക്ക് താഴെ മികച്ചൊരു ആൻഡ്രോയിഡ് ഫോൺ നോക്കുകയാണെങ്കിൽ ഈ 24-ാം തീയതി റിലീസായ വിവോയുടെ ടി സീരീസിലുള്ള മികച്ചൊരു ഫോൺ വന്നിട്ടുണ്ട്. ഫോണിന്റെ പേരാണ് വിവോ T3X 5G ഫോണാണ്. 6000 mAh ബാറ്ററി നൽകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാറ്ററി ബാക്കപ്പ് നല്ല രീതിയിൽ കിട്ടുന്നുമുണ്ട്. മാത്രമല്ല ക്യാമറ എടുക്കാനും അതോടൊപ്പം തന്നെ മൊബൈലിൽ ബ്ലോഗ് ഒക്കെ ചെയ്യുന്നവർക്ക് മികച്ച രീതിയിലുള്ള ക്യാമറ ക്ലാരിറ്റിയും ഈ ഒരു ഫോൺ വാഗ്ദാനം നൽകുന്നുണ്ട്. നല്ലൊരു പ്രൊസസർ കൂടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. വളരെ വേഗം തന്നെ ഇതിന്റെ ഫീച്ചറിലേക്ക് പോയി ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതിന്റെ ഫുൾ റിവ്യൂ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ ഫോൺ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങിക്കുക. 2 വേരിയന്റിലാണ് ഈ ഒരു ഫോൺ ഇറക്കിയിട്ടുള്ളത്. ഒന്ന് 6GB റാമും 128 ഇന്റേണൽ സ്റ്റോറേജും അടങ്ങിയ അതിന്റെ വില 14,999 രൂപയാണ്. അതോടൊപ്പം തന്നെ 4GB എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 13,499 രൂപക്ക് കിട്ടും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 6GB റാം എടുക്കാനാണ്. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. മാത്രമല്ല ഈ ഒരു ഫോണിന് കൂടുതൽ ഹീറ്റിംഗ് സാധ്യതയും കുറവാണ്. ആൻഡ്രോയിഡ് 14-ലാണ് നമുക്കിത് ലഭിക്കുന്നത് തന്നെ. അതോടൊപ്പം തന്നെ ഇതിന്റെ പ്രൊസസ്സർ 6 Gen 1 ഒക്ടോ കോർ ആണ്. മാത്രമല്ല ബാക്കിൽ നൽകുന്ന 2 ക്യാമറയാണ്. ഒന്ന് 50 മെഗാ പിക്സലിന്റെയും പിന്നെ 2 മെഗാ പിക്സലിന്റെയും ക്യാമറയാണ്. ഫ്രണ്ട് ക്യാമറ 8 മെഗാ പിക്സലാണ്. ഇതിന്റെ ഡിസ്പ്ലേ സൈസ് വരുന്നത് 6.72 ഇഞ്ച് ഫുൾ HD LCD ഡിസ്പ്ലേ ആണ്. അങ്ങനെ ഒരു ചെറിയ പോരായ്മ ഈ ഒരു ഫോണിനുണ്ട്. മാത്രമല്ല ബാറ്ററി നൽകുന്നത് 6000 mAh ബാറ്ററിയാണ്. 5G ഫോണാണ്. നല്ലൊരു ഫോണാണ് ഇത്. 120 Hz ഫുൾ HD ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. ഇതിന്റെ പോരായ്മ എന്ന് പറയുന്നത് അമോൾഡ് LED ഡിസ്പ്ലേ അല്ല എന്നുള്ളൊരു ചെറിയ പോരായ്മയാണ്. അതോടൊപ്പം തന്നെ IP64 ഡസ്റ്റ് വാട്ടർ റെസിസ്റ്റന്റ് വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിലുള്ള വെള്ളമൊക്കെ ആയി കഴിഞ്ഞാലും ഫോണിന് യാതൊരുവിധ പ്രശ്നവും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. കൂടാതെ 4Kയിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനും ഇതിലൂടെ സാധിക്കും. അതുമാത്രമല്ല നല്ലൊരു പ്രീമിയം ലുക്ക് തന്നെ ഈ ഒരു ഫോണിന് നൽകിയിട്ടുണ്ട്. 44 വാൾട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടിങ്ങും ഈ ഒരു ഫോൺ നൽകുന്നുണ്ട്. ഗെയിമിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു ഫോണാണ്. ഗെയിം കളിക്കുന്നവർക്കും അതോടൊപ്പം തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നവർക്കും മൊബൈലിൽ ബ്ലോഗ് ഒക്കെ ചെയ്യുന്നവർക്ക് പറ്റിയ നല്ലൊരു ഫോണാണ് ഇത്. അപ്പൊ ഈ ഫോൺ വാങ്ങാൻ താല്പര്യമുള്ള കൂട്ടുകാർക്ക് ഈ വീഡിയോയുടെ മുകളിൽ ഈ ഫോണിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വാങ്ങാം. അതുമാത്രമല്ല നമ്മുടെ ഫ്ലിപ്കാർട്ട് ആമസോൺ ഓൺലൈൻ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലൂടെ 80-90% വരുന്ന ഫോൺ ഉൾപ്പെടെ മികച്ച ഗാഡ്ജറ്റുകളും പല സാധനങ്ങളും വീട്ടുപകരണങ്ങളും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങളൊക്കെ മികച്ച ഓഫറിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രൂപ്പിലിടും. അപ്പൊ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ ന്യൂസ് ആർട്ടിക്കിൾ .ഓൺലൈൻ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വെബ്സൈറ്റ് വരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെർച്ച് ബാർ കാണാൻ സാധിക്കും. മുകളിൽ അവിടെ ഫ്ലിപ്കാർട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ക്രിക്കറ്റ് എന്നും ഷോപ്പിംഗ് ഗ്രൂപ്പ് എന്നും 2 ഓപ്ഷൻ കാണാം. അതിൽ ഫ്ലിപ്കാർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഗ്രൂപ്പിൽ ദിവസവും ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇടുന്നതാണ്. താല്പര്യമുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ വാങ്ങിക്കാം. അതുമാത്രമല്ല IPL ഒക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ക്രിക്കറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ IPL-ഉം ISL-ഉം എല്ലാം കാണാനും സാധിക്കും. മാത്രമല്ല ഇതിന്റെ കൂടെ റിയൽമിയുടെ നല്ലൊരു അടിപൊളി ഫോൺ വന്നിട്ടുണ്ട്. ഇതിനേക്കാളും ഒരു 1000 രൂപ കൂടുതൽ എന്ന് മാത്രമേ പറയാനുള്ളൂ. അമോൾഡ് LED ഡിസ്പ്ലേ ആണ്. അതുമാത്രമല്ല ഇതിന്റെ ക്യാമറ ക്ലാരിറ്റിയും ഒന്നുകൂടി ബെറ്റർ ആണ്. സാധാരണ നമ്മൾ വിവോയുടെ ക്യാമറ ബാക്ക് ക്യാമറ കമ്പാരിസൺ ചെയ്തപ്പോൾ 50 മെഗാ പിക്സലിന്റെ ക്യാമറയും 2 മെഗാ പിക്സലിന്റെ ക്യാമറയുമാണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല വിവോയിൽ 8 മെഗാ പിക്സൽ ക്യാമറയാണ് ഫ്രണ്ട് ക്യാമറ നൽകിയിട്ടുള്ളത്. പക്ഷെ റിയൽമിയുടെ ഈ ഒരു ഫോണിൽ 16 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ബാറ്ററി 5000 mAh ഉള്ളൂ എങ്കിലും മികച്ച ഒരു ഫോൺ തന്നെയാണ് ഇതും. അപ്പൊ ഇതൊരു 1000 രൂപ കൂടുതലേ ഉള്ളൂ. മികച്ച ഒരു ഫോണാണ്. അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മളെ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വളരെ വേഗം ഒരു ചെറിയ റിവ്യൂ. ഒരുപാട് കൂട്ടുകാർ 15,000 രൂപക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന മികച്ച ഫോൺ ഏതാണ് എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഈ ഒരു ചെറിയ വീഡിയോ തയ്യാറാക്കിയത്. അപ്പൊ ഇഷ്ടമായ ഷെയർ ചെയ്യുക. ഇത്തരത്തിൽ ടെക്നോളജിപരമായ കണ്ടന്റുകൾ ലഭിക്കാനായിട്ട് ഫോളോ ചെയ്യുക.